അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടപ്പോ പൈസ വെക്കാൻ തോന്നിയില്ല. രാമേട്ടനോട് പറഞ്ഞ എങ്ങനെയും സംഘടിപ്പിച്ചു തരും. പക്ഷേ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് രാമേട്ടനോട് നന്ദി പറയാൻ ബാക്കിയാ. കാശുമായിട്ട് ഇന്ന് ചെല്ലാവുന്നല്ലേ കരീംബായിട്ട് അടുത്ത് പറഞ്ഞത്? 3000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ പകുതിക്കുള്ള കാശ് തികയില്ലേ? താലി വേണമെന്നല്ലേ ഉള്ളൂ. ചെയിൻ റോൾഡ് ഗോൾഡിന്റേതായാലും ആരും അറിയാൻ പോകുന്നില്ല, ഇല്ലേ വിഷ്ണുട്ടാ? സാരമില്ലെന്നേ. सेठ जी गिन लिया ना? हाँ हाँ गिन लिया। पर एक बात कान खोल के सुन लो, अपन को किराया हर महीने बरोबर मिलते रहना चाहिए। अपन इस मामले में बहुत कड़क है, क्या समझे? जी। ये लो खोली की चाबी। और एक बात और याद रखो, ये बम्बई नगरी है, इधर दादा लोगों को थोड़ा सुपारी खिलानी पड़ती है। सुपारी? सुपारी उसको समझा नहीं। अरे वो खाने वाली सुपारी नहीं, सुपारी का मतलब है नकद, कैश, पैसा। इधर रहते रहते सब समझ जाओगे। जाओ, राम भली करेगा। शुक्रिया सेठ जी, शुक्रिया। കരിമ്പായി അയാൾ എന്താ പറഞ്ഞത്? അത് ഈ സ്ട്രീറ്റിലൊക്കെ ചില ദാതാമാരുണ്ടാവും, അവർക്കൊക്കെ ഇത് മാമൂല് കൊടുക്കണം. അത് ഈ ബൊംബായിലൊരു പതിവാ. നമ്മൾ ഏത് ഗല്ലി ചെന്ന് നോക്കിയാലും ഈ വക പാഹന്മാരുണ്ടാവുകയും ചെയ്യും. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തായിട്ട് ഒഴിവാക്കലാണേ. ഞാൻ എന്താ തരണ്ട കരിമ്പായിക്ക്? കമ്മീഷൻ? കമ്മീഷൻ വാങ്ങാതെ ഒരു കച്ചവടം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വേണ്ട. എന്നാൽ എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങണം നിർബന്ധമാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത് തരേണ്ടി വരും. എന്ത്? ഒരു സ്മൈല്. സ്മൈലോ? അതെ, സ്മൈല്, പുഞ്ചിരി. അത് നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഗതി ഒന്നല്ല. അത് ഈ ബൊംബായിൽ കിട്ടാനും കുറച്ച് പ്രയാസാണ്. നീ വാ.